അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ഡിസ്കഷനിലേക്ക് കടക്കാൻ പോവാണ്, നാഷണൽ അഗ്രിഗേറ്റർ. അപ്പൊ അഗ്രിഗേറ്റർ എന്ന വാക്ക് കാണുമ്പോഴേ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്താണ്, ഇത് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആണോ, മൈക്രോ എക്കണോമിക്സ് ആണോ, മാക്രോ എക്കണോമിക്സ് ആണോ? മാക്രോ എക്കണോമിക്സ്. എന്ത് മാക്രോ എക്കണോമിക്സ്? ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെ. ഇപ്പൊ ഇന്ത്യയുടെ കേസിൽ നാഷണൽ അഗ്രിഗേറ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ എക്കണോമിയെ കുറിച്ചുള്ള സ്റ്റഡി. ഇപ്പൊ ഏതൊരു കാര്യത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റഡി ചെയ്യാൻ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് വേണ്ടേ? ആ പാരാമീറ്റേഴ്സ്, ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കും. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് വെച്ചിട്ടാണ്? ആളുകളുടെ ലിറ്ററസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എന്ന് പറയുന്ന പാരാമീറ്റർ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന പാരാമീറ്റർ. ഇപ്പൊ എന്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് വേണം. അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഒരു എക്കണോമിയെ ഡിഫൈൻ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് വേരിയബിൾസ് ആണ്. ഒരു എക്കണോമി ഗ്രോയിങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരുകയാണോ, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഡിക്രീസ് ചെയ്യണോ, ഇതൊക്കെ നമുക്ക് പറയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മുന്നിൽ കുറച്ച് പാരാമീറ്റേഴ്സ് വേണം. ആ പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണം? മുൻ വർഷങ്ങളിലെ പ്രീവിയസ് ഇയേഴ്സിലെ പാരാമീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യണം. എന്നാലല്ലേ നമുക്കറിയുള്ളൂ നമുക്ക് ഗ്രോത്ത് ഉണ്ടോ ഇല്ലേന്ന്. സിമ്പിൾ ടൈംസിൽ പറയാം, നിങ്ങളുടെ സാലറി ഹൈക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങളുടെ ഈ വർഷത്തെ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ നമ്മൾ എടുക്കും. അതിന് നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യും? കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യും അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷത്തൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് എന്തെന്ന് കൺക്ലൂഡ് ചെയ്യാം? യുവർ ഇൻകം ഓർ സാലറീസ് ഇൻക്രീസ്ഡ്. ഓക്കെ ആണോ? കഴിഞ്ഞ വർഷത്തോളം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാലറി കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെന്ന് കമ്പയർ ചെയ്യാം? സാലറി ഈസ് ഡിക്രീസ്ഡ്. കറക്റ്റ് അല്ലേ? അതേ ഒരു ഐഡിയോളജി തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ജനറൽ പിക്ചർ അല്ലെങ്കിൽ ട്രൂ പിക്ചർ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്കണോമീനെ പല വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർ ചെയ്യുന്ന വേരിയബിൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്തതിന് വി ക്യാൻ അസസ് വെദർ വി ആർ ഗ്രോയിങ് ഓർ വെദർ വി ആർ എക്സ്പീരിയൻസിങ് സ്ലോ ഡൗൺ. ഓക്കെ, ഈ ടൈമുകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കും, പരിചയപ്പെടും. അപ്പൊ നമ്മൾ ഈ നാഷണൽ അഗ്രിഗേറ്റർ അല്ലെങ്കിൽ ഇന്ത്യയിലെ എക്കണോമി സ്റ്റഡി ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഞാൻ കുറെ വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. എക്കണോമി ഈസ് ഓൾ അബൌട്ട് കാൽക്കുലേഷൻ അല്ലെ. കാൽക്കുലേഷൻ എപ്പോഴാണ് അക്യുറസി കൂടുക? പല മെത്തഡ് ടെക്നിക്സിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഏവറേജ് എടുക്കുമ്പോഴാണ് നമുക്കൊരു ട്രൂ പിക്ചർ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ട്രൂ പിക്ചർ ഇപ്പൊ നിങ്ങൾ ഇത് ആദ്യം കാണുമ്പോൾ തന്നെ എന്തിനാ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നരുത്. ഇതിൽ ഓരോ പാരാമീറ്റർ നമ്മൾ പഠിക്കുന്നതും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്കണോമിക്സ് വെച്ചിട്ടായിരിക്കും. എക്കണോമിക്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു ടു അല്ലെങ്കിൽ ഡ്യുവാലിറ്റി ഓഫ് സൈഡ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകള്, കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ. ശരിയാണോ? ഫാക്ടർ സർവീസ് കൊടുക്കുന്ന ആൾക്കാര്, ഫാക്ടർ ഇൻകം കൊടുക്കുന്ന ആൾക്കാർ. ശരിയല്ലേ? ഇപ്പൊ എക്കണോമി എന്ന് പറയുന്നത് നമുക്ക് പല ആംഗിളുകളിലൂടെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. സോ എക്കണോമിക് പ്രോഗ്രസ് ക്യാൻ ബി മെഷേർഡ് ഫ്രം മൾട്ടിപ്പിൾ ആംഗിൾസ്. മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്നുള്ളതാണ് ഈ മൾട്ടിപ്പിൾ വേരിയബിൾസ്. ഈ മൾട്ടിപ്പിൾ വേരിയബിൾസ് നോക്കിക്കഴിഞ്ഞാലാണ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഗവൺമെന്റിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻസ് കൂട്ടണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസീസ് ആണ്. ഓക്കെ അല്ലേ? ആ സമയത്ത് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന പാരാമീറ്റർ കൺസപ്ഷൻ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഹൗസ് ഹോൾഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് ആ പോളിസി ഫോം ചെയ്ത നല്ല പോളിസി ആവോ? ഇല്ല. കാരണം എന്താ? ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പോളിസി ഫോം ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വേരിയബിൾ അല്ലേ ഗവൺമെന്റ് ഉപയോഗിക്കേണ്ടത്? അതേപോലെ നമ്മുടെ കൺസ്യൂമേഴ്സിന് വേണ്ടി ഒരു പോളിസി ഗവൺമെന്റ് ഇറക്കുന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എക്കണോമിക് വേരിയബിൾ അല്ലേ ഗവൺമെന്റ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ ആണോ? ഗവൺമെന്റ് വിൽ ടാർഗറ്റ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ്. മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിന് മൾട്ടിപ്പിൾ പോളിസീസ് വരണമെങ്കിൽ എന്ത് വേണം? ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യാനാണോ ഗവൺമെന്റ്? ബിസിനസ്സുകാരെ മാത്രം സപ്പോർട്ട് ചെയ്യാനാണോ ഗവൺമെന്റ്? ഫാർമേഴ്സിന് മാത്രം സപ്പോർട്ട് ചെയ്യാനാണോ ഗവൺമെന്റ്? IT-കാരെ മാത്രം സപ്പോർട്ട് ചെയ്യാനാണോ ഗവൺമെന്റ്? കാർ ഉണ്ടാക്കുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്യാനാണോ ഗവൺമെന്റ്? അല്ല.
ഗവൺമെന്റ് ഷുഡ് സെർവ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദി ഗ്രൂപ്പ്സ് അല്ലെ. ഓരോ ഗ്രൂപ്പ്സിന്റെയും ഇൻട്രസ്റ്റ് സെർവ് ചെയ്യണമെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു എക്കണോമിക് പാരാമീറ്റർ വേണ്ടേ? ക്ലിയർ ആണോ? മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്. So what are the generally accepted parameters that we are using? What are they? First one, the most important one is called GDP, gross domestic product. Second one, GNP, gross national product. രണ്ടും എല്ലാ വേരിയബിളും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ വ്യത്യാസങ്ങൾ പഠിക്കും. അപ്പൊ നമുക്ക് ഇതൊന്നും മൾട്ടിപ്പിൾ വേരിയബിൾ ആയിട്ട് തോന്നില്ല. ഇതിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് വരാം, ഇതിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് വരാം, ഇതിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് വരാന്ന് മനസ്സിലായ എന്താ അഡ്വാൻറ്റേജ്? 5 പഠിച്ച് യഥാർത്ഥത്തിൽ എന്തേ പഠിക്കുന്നുള്ളൂ? സിംഗിൾ വേരിയബിൾ ആണ് പഠിക്കുന്നുള്ളൂ. ആ വേരിയബിൾ ഉപയോഗിച്ച് ബാക്കിയുള്ള വേരിയബിളിലേക്ക് എങ്ങനെ എത്താന്ന് ഞാൻ പഠിപ്പിക്കും. ഒന്നും കൂടി ഈസിയർ ആവില്ലേ നമ്മുടെ സ്റ്റഡി? ഓക്കെ. Next one, GNP, gross national product. Third one, NDP, net domestic product. Fourth one, net national product. And the final one, national income. ഇതിന് പുറമെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു എക്കണോമിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. റീസെന്റ് ഡേയ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് പുറമെ പുതിയൊരു വാക്ക് കൊണ്ടുവരാണ് എക്കണോമിയിലേക്ക്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. റിസോഴ്സസ് ആർ ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്? ലിമിറ്റഡ് ആണ് അല്ലെ. റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രസന്റ് ജനറേഷൻ ഓവർ കൺസ്യൂം ചെയ്ത എന്താണ് സംഭവിക്കുക? ലെസ് ക്വാണ്ടിറ്റി അവൈലബിൾ ഫോർ ദി കമ്മിങ് ജനറേഷൻ അല്ലെ. ഇപ്പൊ പ്രസന്റ് ജനറേഷന്റെയും കമ്മിങ് ജനറേഷന്റെയും റിക്വയർമെന്റ് എൻഷുർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ റിസോഴ്സസ് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഒബ്വിയസ്ലി പ്രൊഡക്ഷനോടൊപ്പം തന്നെ നമ്മൾ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ പല രാജ്യങ്ങളിൽ GDPയും GNPയും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നൈബറിങ് കൺട്രി ഉണ്ട്, ഭൂട്ടാൻ. ആ ഭൂട്ടാൻ ഉപയോഗിക്കുന്ന എക്കണോമി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ്. അവരെന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും? എക്കണോമിയിൽ പ്രൊഡക്ഷൻസ് നടത്തുന്നതിനോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ ഭാവി ജനറേഷനിന് എന്ത് നടക്കില്ല? പ്രൊട്ടക്ഷൻ നടക്കില്ല. സിമ്പിൾ എക്സാമ്പിൾ. വൈ എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ ഭാവി ജനറേഷന് പ്രൊഡക്ഷൻ നടക്കില്ല. വൈ? Production is happening at the secondary level, right? The intermediary goods required for secondary level is coming from what sector? Primary sector. What is primary sector? Natural resources. Environment illengil natural resources undavo illa. So protection of environment is very very important. ഇതിനൊക്കെ എക്സാമ്പിളുകളാണ്. ഏതെങ്കിലും വലിയൊരു ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൈനിങ് ഒക്കെ നടത്തുന്ന സമയത്ത് we should definitely start with the environmental impact assessment study. There is a news on Odisha government. ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്. എക്സാക്ട്ലി ഞാൻ ഓർത്തെടുക്കുകയാണെങ്കിൽ പുരി ജഗന്നാഥ് ടെമ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? പുരി ജഗന്നാഥ് ടെമ്പിളിന്റെ അടുത്തൊരു ഇന്റർനാഷണൽ എയർപോർട്ട് ഒഡീഷ ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ഉള്ള സ്റ്റേറ്റ് ആണ്. ഫോറസ്റ്റ് ഏരിയയോട് കണക്റ്റഡ് ആയിട്ട് ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ആമകളുടെ കൺസർവേഷൻ സൈറ്റുകളൊക്കെ ഉള്ളതാണ്. ഈ പറയുന്ന പ്രപ്പോസ്ഡ് പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ കുറെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ അവർ എന്ത് ചെയ്യേണ്ടി വരും? ക്ലിയർ ചെയ്യേണ്ടി വരും. ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ഹാവ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അല്ലെ. അപ്പൊ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഏത് പ്രോജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യണം? എക്കണോമിക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസും എൻവയോൺമെന്റിന് ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷനും അവർ പാരലലി സ്റ്റഡി ചെയ്യും. ഓൺലി വെൻ ദി എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ് ഈസ് ഔട്ട്വെയ്സ് അവർ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഈസ് വെരി ലോ, അപ്പോഴാണ് അവർ ആ പ്രൊജക്ട് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇതല്ലാതെയും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നത്. നമുക്ക് ആദ്യത്തെ ഇൻഡിക്കേറ്ററിലേക്ക് പോവാം. വാട്ട് ഈസ് ദി ഫസ്റ്റ് വൺ? ഒരു 11:20 ആകുമ്പോ പറഞ്ഞോളൂ, ബ്രേക്ക് തരാടാ. ഫസ്റ്റ് വൺ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ്. ഇന്ത്യ. ഓക്കെ അല്ല? ഞാൻ ഭംഗിയിൽ വരയ്ക്കും, അത് പ്രശ്നമില്ല.
അത് എഴുതിയത് കൊണ്ടല്ല മീൻസ് പാസ്സായ. GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ, ആ വാക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഒരു വർഷം പോരെ, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? GDP. ഫസ്റ്റ് സെറ്റ് ഓഫ് ഡെഫിനിഷൻ പറഞ്ഞു, ഒന്നുകൂടി മോഡിഫൈ ചെയ്യട്ടെ. ആ ഗുഡ്സ് ആൻഡ് സർവീസസിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, എന്തല്ല ഇന്റർമീഡിയറ്റ് അല്ല. ഇതെല്ലാം ഓരോ സെക്ഷൻ ആയിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തോളൂ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാ? ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങനെ വെച്ചാൽ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ടാറ്റ ഗ്രൂപ്പ്സ്, ജാഗ്വർ, അതേപോലെ റേഞ്ചർ റോവർ എന്ന് പറയുന്ന രണ്ട് ബ്രിട്ടീഷ് കമ്പനികൾ ഏറ്റെടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് കമ്പനികൾ ഇപ്പൊ ആരുടെ കീഴിലാ? ടാറ്റയുടെ കീഴിലാണ്. ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇപ്പൊ ജാഗ്വർ, റേഞ്ചർ റോവറും കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ബ്രിട്ടനിൽ. അത് GDPയുടെ, ഇന്ത്യയുടെ GDPയുടെ ഭാഗമാവോ? ആണെന്നുണ്ടെങ്കിൽ എന്താ കാരണം, അല്ലെങ്കിൽ എന്താ കാരണം? ഇങ്ങനെയാണ് നമുക്ക് ഈ ക്ലാരിറ്റിയിൽ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ജാഗ്വറും റേഞ്ചർ റോവറും എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബ്രിട്ടനില്. ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് ഉള്ളിലാണോ? അപ്പൊ ഇന്ത്യൻ GDPയുടെ ഭാഗമാണോ? ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ പോലും ഇന്ത്യയുടെ ജോഗ്രഫിക് ബൗണ്ടറിക്ക് ഉള്ളിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയുടെ ജോഗ്രഫിക് ബൗണ്ടറിക്ക് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്താലാണ് അത് എന്തിന്റെ ഭാഗമാവുള്ളൂ? ഇന്ത്യൻ GDPയുടെ ഭാഗമുള്ളൂ. ഫോർഡ് അല്ലെങ്കിൽ വോക്സ് വാഗൻ എന്ന് പറയുന്ന ഒരു കമ്പനി, ഫോർഡ് അല്ലെങ്കിൽ വോക്സ് വാഗൻ എന്ന് പറയുന്ന ഒരു കമ്പനി ചെന്നൈയിൽ ഒരു പ്ലാന്റ് ഇട്ടു, മുംബൈയിൽ ഒരു പ്ലാന്റ് ഇട്ടു, ഡൽഹിയിൽ ഒരു പ്ലാന്റ് ഇട്ടു, കൊൽക്കത്തയിൽ ഒരു പ്ലാന്റ് ഇട്ടു. ഇവിടെയൊക്കെ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാണ്? കാറ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഫോർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വോക്സ് വാഗൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കാറ് പ്രൊഡ്യൂസ് ചെയ്യണം. ഫോർഡ് ആണെങ്കിൽ വോക്സ് വാഗൻ ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണോ? അല്ല. ഇത് GDPയുടെ ഭാഗമായിരിക്കോ? അല്ലേ? ഇങ്ങനെ പഠിക്കുക, അപ്പൊ മറക്കില്ല. ഇറ്റ് വുഡ് ബി പാർട്ട് ഓഫ് GDP. വൈ? പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ സിറ്റിസൺ അല്ല, അല്ലെങ്കിൽ ഫോറിൻ കമ്പോണന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വിത്തിൻ ദി ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് ഇന്ത്യ. ദെൻ ഇറ്റ് വുഡ് ബി പാർട്ട് ഓഫ് GDP. ഓക്കെ ആണോ? ഇനി അടുത്തത് ഞാൻ ഇതിൽ ഉപയോഗിച്ച രണ്ടാമത്തെ, അപ്പൊ ഇതില് ഈ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പൊ ഡിഫൈൻ ചെയ്തത് അല്ലെ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഡിഫൈൻ ചെയ്യാം. ഫൈനൽ ഗുഡ്സ്. GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാലോ, നോക്കി. അടുത്ത പേജിൽ ഡീറ്റെയിൽഡ് എക്സാമ്പിൾ ഉണ്ട്. ഫാർമർ പ്രൊഡ്യൂസേഴ്സ് വീറ്റ്. ഓക്കെ ആണല്ലോ? പ്രൊഡ്യൂസ് ചെയ്ത വീറ്റ് പുള്ളി 10 രൂപയ്ക്ക് വിൽക്കാണ്. ആർക്ക്? ബേക്കറിക്കാരന്. ബേക്കറിക്കാരൻ ആ വീറ്റിനെ എന്താക്കി മാറ്റാണ്? ബ്രെഡ്. 100 രൂപയ്ക്ക് വിൽക്കാണ്. ആർക്ക്? കൺസ്യൂമറിന്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ GDP എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യക്ക് ഉള്ളിൽ നടന്നിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഫാർമർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ത്? വീറ്റ്. അതിന്റെ പൈസ എന്ന് പറയുന്നത് എത്രയാ? 10 റുപ്പീസ്. സംശയമില്ലല്ലോ. ബേക്കറിക്കാരൻ ഇവിടെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എന്താ അതിന്റെ പേര്? ബ്രെഡ്. എത്ര രൂപ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. എത്രയായിരിക്കും? ഫാർമർ 10 പ്ലസ് ബ്രെഡ് ബേക്കറിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തത് 100 അല്ലെ? എത്രയായിരിക്കും ടോട്ടൽ പ്രൊഡക്ഷൻ? ഈ കാൽക്കുലേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഒന്ന് ആലോചിച്ചിട്ട് എന്നോട് പറയും. 1 കമ്പോണന്റ് ഈസ് കാൽക്കുലേറ്റഡ് ട്വൈസ്. വളരെ കറക്റ്റ്. എന്താ കാരണം? ഫാർമർ 10 രൂപയ്ക്ക് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അത് 10 രൂപ കൊടുത്ത് ആര് വാങ്ങി? ബേക്കറിക്കാരൻ വാങ്ങി. ആ 10 രൂപയോടൊപ്പം അയാള് 90 രൂപയും കൂടി ചേർത്തിട്ടാണ് ആർക്ക് വിൽക്കുന്നത്? കൺസ്യൂമറിന് വിൽക്കുന്നത്. അപ്പൊ ഈ ബ്രെഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഈ 10 രൂപ കവേർഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ ഇത് 2 സ്റ്റേജും കൂടി, ഇതിനെ നമ്മൾ എന്താണ് ഈ സ്റ്റേജിന് പറയാ? ഇന്റർമീഡിയറി ഗുഡ്സ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ വീറ്റിനെ നമ്മൾ ബ്രെഡ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ വീറ്റിനെ നമ്മൾ എന്തെന്ന പേര് പറയാ? ഇന്റർമീഡിയറി ഗുഡ്സ്. അപ്പൊ നമ്മൾ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസ് ആഡ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ഒരേ സാധനം തന്നെ നമ്മൾ പല തവണ കാൽക്കുലേഷനിൽ കൗണ്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് തോന്നും? നമ്മൾ കുറെ എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നും. ദാറ്റ് വുഡ് ബി റോങ്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് നമ്മൾ എന്തിനെ മാത്രം മെഷർ ചെയ്യുന്നത്? ഫൈനൽ ഗുഡിനെ. എക്സാമ്പിൾ ഓക്കെ അല്ലേ?
വീണ്ടും എക്സാമ്പിൾ തരാം ഇത് കഴിഞ്ഞാൽ. നമ്മൾ ഇതിലുള്ള കീ ടേമുകളാണ് കേട്ടോ നമ്മൾ ഇതിൽ പരിചയപ്പെട്ട 2 കീ ടേമുകൾ. എന്താ? ഗുഡ്സ് ആൻഡ് എന്ത് ഗുഡ്സ്? ഫൈനൽ ഗുഡ്സ് വിത്തിൻ ദി ജോഗ്രഫിക്കൽ ഏരിയ. അടുത്തൊരു വാക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം, മാർക്കറ്റ് വാല്യൂ. നമ്മൾ ഇത് വാങ്ങുന്ന പൈസ, ഇവിടെ ബ്രെഡ് വാങ്ങുന്ന പൈസ എന്ന് പറയുമ്പോൾ ഒരിക്കലും 100 രൂപ മാത്രമായിരിക്കില്ല കേട്ടോ. ഇൻ റിയാലിറ്റി ഗവൺമെന്റ് അത് വിൽക്കണമെങ്കിൽ അതിൽ എന്ത് ഏർപ്പെടുത്തും? അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റേജിൽ കൊണ്ടുവരാം. GST ശരിയല്ല, അല്ലെങ്കിൽ ചില കേസിലാണെങ്കിൽ വാറ്റ്, അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ പല തരത്തിലുള്ള ടാക്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് ടാക്സുകൾ ഒരുമിച്ച് ചേർത്ത പുതിയൊരു ടാക്സ് ആണ് ഈ പറയുന്ന GST എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ ആണോ? വാട്ട് ഈസ് GDP? GDP ഇസ് ദി മാർക്കറ്റ് വാല്യൂ. നോക്കി വായിച്ചോ, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഓർത്ത് പറഞ്ഞോ, മാർക്കറ്റ് വാല്യൂ ആണ്. എന്തിന്റെ മാർക്കറ്റ് വാല്യൂ? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. അവിടെ ഒരു കാര്യം കൂടി വന്നു, ഗുഡ്സിന്റെ മാത്രല്ല സർവീസസിന്റെയും ഫൈനൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണ്. എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വിത്തിൻ ദി ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ ആണോ? എപ്പോ? കാലകാലത്തേക്കുള്ളതല്ല, വിത്തിൻ എ ഫൈനാൻഷ്യൽ പീരീഡ്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം പീരീഡിലേക്ക്. ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ ബാങ്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? April 1 സ്റ്റാർട്ട് ചെയ്ത് March 30. ഒന്ന് പറയട്ടെ നിങ്ങൾക്ക്, നമ്മൾ ഫർദർ ഡിസ്കഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് ഞാൻ ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വരാം. ഫൈനാൻഷ്യൽ ഇയർ. Financial year generally starts with 1st April, ends with 31st March. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു ഡെഫിനേഷൻ തന്നെ ക്ലിയർ ആണ്. ഒരു വർഷത്തെ ഏപ്രിലിൽ തുടങ്ങി വേറൊരു വർഷത്തെ മാർച്ചിലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ കാൽക്കുലേഷനിൽ 2 ഡിഫറെന്റ് ഇയേഴ്സിലെ മന്ത്സുകൾ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ പ്രസന്റ് ഒരു ടൈം ഞാനിപ്പോ എടുക്കുകയാണെങ്കിൽ ഇത് ഏതാ മാസം, ഏതാ ഡേറ്റ്? മാസം പറഞ്ഞാൽ മതി, ഡേറ്റ് വിടും. ജൂലൈ ആണ്. ജൂലൈ എന്ന് പറയുമ്പോൾ 1st April കഴിഞ്ഞു അല്ലെ? ഈ 1st April എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഏതാണ്? 2024 ഏപ്രിൽ. 31st March എന്ന് പറയുമ്പോൾ ഏത് വർഷമായിരിക്കും? 2025. അപ്പൊ ഈ പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ ഇയർ 24-25. എളുപ്പല്ലേ പരിപാടി? ഏത് വർഷത്തെ ഏപ്രിൽ നിന്നാണ് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് വർഷത്തെ മാർച്ചിലാണ് കാൽക്കുലേഷൻ കഴിയുന്നത്, അതാണ് ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ പേര്. പലപ്പോഴും ന്യൂസ് പേപ്പറിൽ ഇങ്ങനെയൊക്കെ വർഷമിട്ട് കാണിക്കും. ബഡ്ജറ്റ് ആണെങ്കിലും അതേപോലെ എക്കണോമിക് കാൽക്കുലേഷൻ ആണെങ്കിലും നമ്മളെല്ലാം ഉപയോഗിക്കുക ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. അപ്പൊ ഇത് ഏത് ഫൈനാൻഷ്യൽ ഇയർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഫൈനാൻഷ്യൽ ഇയർ 24-25. ഏത് ബഡ്ജറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്? ബഡ്ജറ്റ് 24-25. ബഡ്ജറ്റ് എപ്പോഴാണ് പ്രസന്റ് ചെയ്യുന്നത്? February 1 പ്രസന്റ് ചെയ്ത് അടുത്ത വർഷം February 1 അടുത്ത ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി 2 years വിൽ ബി ഇൻവോൾവ്. ഇപ്പൊ ബഡ്ജറ്റ് ആണെങ്കിൽ എങ്ങനെയാ പറയാ? 2024-25 എന്നല്ലേ പറയാ? എന്താണ്? ഫൈനാൻഷ്യൽ ഇയറിന്റെ ബേസിലാണ് പറയാ. ഓക്കെ അല്ലേ? എത്ര മന്ത്സ് കവർ ചെയ്യുന്നുണ്ട് ഇതില്? 12. ഒബ്വിയസ്ലി 12 മാസങ്ങൾ അല്ലെ? ഞാൻ ഈ 12 മാസങ്ങളെ ഒരു 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അൽഫാമൊക്കെ വന്നപ്പോ നമുക്ക് നല്ല പരിചയമുള്ള വാക്കാ അല്ലെ? ക്വാർട്ടർ. എന്ത് ക്വാർട്ടർ എന്ന് പറഞ്ഞ? അല്ലെങ്കിൽ നമുക്ക് പണ്ടാണെങ്കിൽ ഗെയിംസിൽ ക്വാർട്ടർ ഫൈനൽ. ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനലിന്റെ പകുതി, ഫൈനലിന് മുന്നുള്ള സ്റ്റേജ്. ഇപ്പൊ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് 1/4 അല്ലെ? ഞാൻ ഈ 12 months അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തു. എത്രയാ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്വാർട്ടർ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇനി പലപ്പോഴും നിങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ കാണും. Q1, Q2, Q3, Q4. Q1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Quarter 1. Quarter 1 എപ്പോ തുടങ്ങി എപ്പോ അവസാനിക്കും? 1st April, May, June. നമ്മൾ എക്കണോമിക് പാരാമീറ്റേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ക്വാർട്ടർ വൈസ് ആണ് കമ്പയർ. Q2 അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 1st July. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. Q3 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 1st October. ഒക്ടോബർ, നവംബർ, ഡിസംബർ. Q4 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 1st Jan. എന്തുകൊണ്ടാണ് Q1, Q2, Q3, Q4ന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാം? ഇന്ത്യയുടെ കേസിലാണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടാ മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇന്ത്യയിലെ എല്ലാ സീസണിലും എല്ലാ ടൈമിലും നമ്മൾ ഒരേപോലെയുള്ള ക്രോപ്പ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുക? അല്ല.
ഭാവിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഖാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്പ്, സെയ്ദ് ക്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ക്രോപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ശരിയാണോ? ചില മന്തുകളിൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല, അഗ്രികൾച്ചർ ചെയ്യാനും പറ്റില്ല. അപ്പൊ അഗ്രികൾച്ചറിന്റെ യഥാർത്ഥ ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യണം? ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഇതേ ദിവസം കഴിഞ്ഞ വർഷത്തോട് കമ്പയർ ചെയ്യുമ്പോഴല്ലേ കറക്റ്റ് ആവാ. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് കൺസിഡർ എ സിറ്റുവേഷൻ. ഇന്നത്തെ ദിവസം നല്ല പ്രൊഡ്യൂസ് ഉണ്ട്, അഗ്രികൾച്ചർ നല്ല വിളവെടുപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. കഴിഞ്ഞ വർഷത്തിലെ ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ ഇല്ലാത്തൊരു ദിവസം എടുത്ത് ഞാൻ അതിനോട് കമ്പയർ ചെയ്തിട്ട് പറയാണ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ കിടിലനാന്ന് പറഞ്ഞാൽ അതിന് വല്ല മീനിങ് ഉണ്ടോ? ഇല്ല. നമ്മളിപ്പോ എന്താണോ അതിന്റെ സെയിം ഡേ 1 ഇയർ ബിഫോർ എടുത്താലാണ് നമുക്ക് കമ്പാരിസൺ നടക്കുക. എക്കണോമിയിൽ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക Q1 എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് ഇയറിലെ Q1 ആയിട്ടാണ് കമ്പയർ ചെയ്യുക. Q2 എടുത്തിട്ടുണ്ടെങ്കിൽ Q2നെ കമ്പയർ ചെയ്യുക പ്രീവിയസ് ഇയർ. ഈ വർഷത്തെ ഞാൻ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഏതിലാണ് നിൽക്കുന്നത്? Q2. ഏത് വർഷത്തെ? 2024-25 ഫൈനാൻഷ്യൽ ഇയറിലെ Q2 ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് കമ്പയർ ചെയ്യണമെങ്കിൽ Q2 GDP ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ആരായിട്ട് കമ്പയർ ചെയ്യും? 23-24 Q2 GDP ആയിട്ട് കമ്പയർ ചെയ്യും. ആ കമ്പാരിസൺ നടത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ട്, അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ എന്ന് നമ്മുടെ ഗ്രോത്ത് മനസ്സിലാവുക. എളുപ്പമല്ലേ? ഫൈനാൻഷ്യൽ ഇയർ 4 ക്വാർട്ടേഴ്സ് കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യുക ഒരു ക്വാർട്ടറിനെ അതിന്റെ പ്രീവിയസ് ഇയറിലെ ക്വാർട്ടർ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ഡെഫിനറ്റ്ലി we won't compare with Q1 and Q3, Q2 and Q4. എപ്പോഴും സിമിലർ ക്വാർട്ടേഴ്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാറുള്ളൂ കേട്ടോ.